ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പരവൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നും എനിക്കൊരു യാത്രയുണ്ട്. അപ്പം നമുക്ക് 11 നമ്പറിൻ്റെ മെമൂല് വേണം പോവാനായിട്ട്. തൂത്തുക്കുടിയിലേക്കുള്ള യാത്ര തന്നെയാണ്. അപ്പം നാഗർകോവിൽ ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ ഈ മെമൂയിൽ കയറുന്നത്. അപ്പം മെമുവിൻ്റെ ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറിയാലും ഞാൻ ആദ്യമേ അങ്ങ് ഓടി ലേഡീസിലേക്ക് പോകും കേട്ടോ. അപ്പം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ നമുക്ക് ഇച്ചിരി ഫുഡ് കഴിക്കാനോ ഒക്കെ ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതൽ ലേഡീസിൽ തന്നെയാണ് കേട്ടോ. അപ്പം ആൾ വളരെ കുറവായിരിക്കും ലേഡീസിൽ കേട്ടോ. അപ്പം എപ്പോഴും ഞാനങ്ങ് ലേഡീസ് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആളുകളെയൊക്കെ കയറി നമ്മൾ ഇങ്ങനെ നമ്മുടെ മെമു ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നാഗർകോവിൽ ടൗൺ ആണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കാരണം ഈ മലനിരകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ കണ്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ താഴ്വാരവും എല്ലാം കണ്ട് ഇങ്ങനെ നല്ല രസമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇടയ്ക്ക് തൂത്തുക്കുടിയിലേക്ക് പോകാനായിട്ട് നിരഞ്ജൻ ഇങ്ങനെ മെമുവിൽ വന്നപ്പം നമുക്ക് അവിടെ നിന്നുള്ള കണക്റ്റഡ് ട്രെയിൻ കിട്ടിയില്ല കേട്ടോ. അപ്പം അത് ജസ്റ്റ് മിസ്സായിട്ട് ആണ് പോയതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ ഒരു 3:10 ആകുമ്പം നാഗർകോവിൽ ജംഗ്ഷനിലേക്കൊക്കെ എത്തേണ്ടതാണ്. പക്ഷേ ചില സമയത്ത് അത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പിടിച്ചിട്ട് സമയം കളയും കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേട്ടോ, സമയം 3:50 കറക്റ്റ് ആയപ്പോഴാണ് നമ്മൾ നാഗർകോവിൽ ടൗണിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത് കിടന്ന നമ്മുടെ താമ്പര എക്സ്പ്രസ് ഇതാ പോകുന്നു. അങ്ങനെ എനിക്ക് പണി കിട്ടി കേസ്. അപ്പോൾ എൻ്റെ ട്രെയിൻ പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ നാഗർകോവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് എല്ലാ സമയത്തും ഈ താമ്പരം ട്രെയിൻ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം സാറ് പറഞ്ഞായിരുന്നു, അഥവാ കിട്ടിയില്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട, എൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ബസ് കിട്ടും, അങ്ങനെ പോകാം. അല്ലെങ്കിൽ 4:30 ഇവിടുന്ന് അടുത്തൊരു ട്രെയിനുണ്ട് തിരുനെൽവേലി വഴി മധുരയിൽ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് ട്രെയിനിൽ വീണ്ടും കയറാനുള്ള ആളിൻ്റെ തിരക്ക് കണ്ട് പേടിച്ച് വീണ്ടും ട്രെയിനിൽ കയറാൻ ടെൻഷൻ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ബസ് കാത്ത് നിൽക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാൻ അവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ നിന്നെങ്കിലും എനിക്ക് ബസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ ആകെ ടെൻഷനായി തുടങ്ങി കേട്ടോ. അപ്പോഴേ കാണാം ഞാൻ നിൽക്കുന്ന ആ ഒരു ജംഗ്ഷൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഞാവൽ മരം ഉണ്ട് കേട്ടോ. അതപ്പോൾ ഞാൻ കണ്ടതാണ്. അതിനകത്തുനിന്ന് ഇങ്ങനെ ഞാവൽക്കായി ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ, അതിപ്പോൾ ഒരു ഞാവൽ മരം ആണെന്നുള്ളത് കേട്ടോ. വലിയൊരു മരമാണ് കേട്ടോ. കുറച്ച് സമയം കൂടെ നിന്നെങ്കിലും എനിക്ക് ബസ്സൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കൂടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി 4:30 ഒരു ട്രെയിനുണ്ട് കേട്ടോ. അപ്പം അതിന് ഞാൻ പോയി ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പം അതെന്ന് പറഞ്ഞാൽ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളാണ് കൂടുതലുള്ളത്. അപ്പം അല്ലാതെ നമുക്ക് ബാക്കിൽ 2 കമ്പാർട്ട്മെൻറ്റ് ജനറലുണ്ട്, ഫ്രണ്ടിൽ 2 ഉണ്ട്. അങ്ങനെ ഞാൻ ബാക്കിലേക്ക് നടന്ന് പോയി കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വളരെ തിരക്ക് കാണുമെന്ന് കരുതിയാണ് ഞാൻ ആദ്യം കയറാതെ പോയത്, ബസ് കയറാനായിട്ട് പോയത് കേട്ടോ. അങ്ങനെ ഞാനൊരു ചായ എല്ലാം കുടിച്ച് ട്രെയിൻ പുറപ്പെടുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം 4:30 തന്നെ ട്രെയിൻ പുറപ്പെട്ടു. അപ്പം ഏകദേശം ഒരു 5:45-നും 6-നും ഇടയ്ക്കാണ് ഇത് തിരുനെൽവേലിയിൽ എത്തുന്നത്. അപ്പം ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ഉണ്ട് സമയം. സാധാരണ താമ്പരം ട്രെയിനിൽ നമ്മൾ ആ 3:50 ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു മധ്യഭാഗത്തേക്കായിരിക്കും കയറുന്നത് കമ്പാർട്ട്മെൻറ്റ്. അത് ഫുള്ളി അൺറിസർവ്ഡ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ അത്രയും നമ്മൾ ബാക്കിലോട്ട് നടക്കേണ്ടി വരും കേട്ടോ. തിരുനെൽവേലി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ടിലോട്ടാണ് കേട്ടോ ട്രെയിൻ കൊണ്ട് നിർത്തുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഏറ്റവും ബാക്കിലത്തെ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഒരു നടപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പം നമുക്ക് സ്റ്റെപ്പ് വഴി നമുക്ക് പാളം ക്രോസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ നടന്ന് വന്ന് പാളം ക്രോസ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ തിരുനെൽവേലി സ്റ്റേഷന് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ പുറത്ത് തന്നെ നമുക്ക് പുതു ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് ഇങ്ങനെ തയ്യാറായി നിൽക്കും. അപ്പോൾ നമുക്ക് ഏതിനകത്തെങ്കിലും കയറി നമുക്ക് പുതു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് നമുക്ക് തൂത്തുക്കുടിയിലേക്ക് ബസ് പിടിക്കാം. അപ്പോഴേക്കും എനിക്ക് ഇച്ചിരി വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയി ഒരു ഡ്രിങ്ക്സും മേടിച്ചു. അപ്പം ഇങ്ങനെ ഒരു ചൂടോടൊരു സാധനം ഇങ്ങനെ പൊരിച്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പപ്പട വടയാണോ അതോ മാവ് മാത്രം ഒരു കോരി ഒഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നെയ്യപ്പം പോലെ ഇരിക്കും ഷേപ്പ്. പക്ഷേ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റും മധുരമൊന്നുമല്ല, വേറെന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു കേട്ടോ തിന്നാനായിട്ട്. അപ്പം ഞാനത് ഒരെണ്ണം മേടിച്ചു, ഞാനത് കഴിച്ചു കേട്ടോ.
പിന്നെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് സെറ്റപ്പായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പുതു ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. 15 രൂപയാണ് ബസ് ചാർജ്. അങ്ങനെ പുതു ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ പുതു ബസ് സ്റ്റാൻഡ്. തമിഴ്നാടിനകത്തും പുറത്തുമുള്ള വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ നമുക്ക് ഈ പുതു ബസ് സ്റ്റാൻഡിലേക്ക് വന്നാലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമ്മൾ അകത്തേക്ക് ചെന്നാൽ ആദ്യം നിൽക്കുന്ന നിര മൊത്തം തൂത്തുക്കുടിയിലേക്കുള്ളതാണ്. ആദ്യം നിൽക്കുന്നത് AC ബസ്സുകൾ കാണും, പിന്നെ 1 to 1 end to end ബസ്സുകൾ കാണും, പിന്നെ കുറച്ചും കൂടെ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തുന്ന ബസ്സുകളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ തരംതിരിച്ചാണ് ബസ്സുകൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഇപ്പം തൂത്തുക്കുടിയിൽ നിന്ന് വായിക്കാനറിയാം 1 to 1 end to end എന്നൊക്കെ കണ്ടാലൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പം പിന്നെ AC ബസ്സിന് ഒന്നും പേടിക്കാനില്ല. AC ബസ്സിനകത്ത് കയറി, പക്ഷേ AC ബസ്സിൽ ചാർജ് കൂടുതലാണ്. അപ്പം ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് നമുക്ക് തൂത്തുക്കുടിയിലേക്ക് എത്താനായിട്ട് 35 രൂപ മതി എന്നുള്ള ഒരു ബസ്സിലാണ്. അതായത് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മോഡലാണ് കാണുമ്പോൾ, പക്ഷേ അത് 1-2 സ്ഥലത്ത് മാത്രമേ നിർത്തത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ബസ്സിലാണ് ഞാൻ കയറിയത്. അപ്പം ബസ് നല്ല സ്പീഡാണ് കേട്ടോ ബസ്സുകളെല്ലാം. അപ്പോൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഈ AC ബസ് 61 രൂപ, അല്ലാതെ end to end ബസ്സുകളുണ്ട്. അപ്പം അതിനാകുമ്പോഴത്തേക്ക് 50 രൂപ. അപ്പം ഈ ടൈപ്പ് ബസ്സുകൾ, അതിപ്പോൾ ഇപ്പം ഞാൻ കയറിയ ടൈപ്പ് ബസ്സുകൾക്ക് 35 രൂപ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല റേറ്റിന് നമുക്ക് തൂത്തുക്കുടിയിലേക്ക് എത്താം. പക്ഷേ എല്ലാം സമയം മിക്കവാറും ഒരു 15 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമേ വരുത്തുള്ളൂ കേട്ടോ. എല്ലാ ബസ്സുകളും നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. അപ്പം തമിഴ്നാടിൻ്റെ തനത് ശൈലിയിൽ അവർ പാട്ടും ലൈറ്റും ഒക്കെ ഇട്ട് ഇങ്ങനെ ബസ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 8 മണിയോട് കൂടി നമ്മൾ തൂത്തുക്കുടി പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് എന്നാണ് പേരെങ്കിൽ ഇതൊരു പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്നെ വിളിക്കാനായിട്ട് കീർത്തനയും ശരത്തും വരും. ശരത്തിന് ഇന്ന് രാത്രിയിൽ തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പം അവർ വണ്ടിയിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ച് തൂത്തുക്കുടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാനിങ്. പിന്നെ ഹനയ്ക്ക് എന്ത് വാങ്ങിക്കണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഏറ്റവും ഇഷ്ടം ആപ്പിളാണ് അവൾക്ക്. അപ്പം ഞാൻ 1/2 കിലോ ആപ്പിൾ മേടിച്ചിട്ട് ആണ് പോയത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ കാണാം ദാ വരുന്നു. ലൈറ്റ് ഇടാതെ ഒരു പഞ്ച്. അവർ അറിഞ്ഞില്ല കേട്ടോ ഗെയ്സ്, അവർ ഓർമ്മിക്കാതെ ലൈറ്റ് ഇടാതെയാണ് കേട്ടോ വന്നത് അത്രയും ദൂരം. അങ്ങനെ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് വന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഹന സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. എന്നാലും നമ്മളെ കണ്ടാലൊന്നും പ്രത്യേകിച്ചൊരു ആക്ഷനൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണെന്നുള്ളൊരു ഭാവമാണ് കേട്ടോ. ശരത്ത് അപ്പോൾ തന്നെ യാത്രയൊക്കെ പറഞ്ഞു പോയി. കാരണം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലല്ലേ നമുക്ക് കാർ ഒരുപാട് സമയം നിർത്തിയിടാനൊക്കത്തില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനൊരു പുതിയ വ്ലോഗിൽ കാണാം.